ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ നേന്ത്രപ്പഴം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നേന്ത്രപ്പഴം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഒരു വലിപ്പമുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ ഒരു 2-3 പഴമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ചെറുതായി ഇങ്ങനെ നുറുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ പഴം ഇവിടെ നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒരു മൺചട്ടി ചൂടാക്കിയിട്ട് അതിലോട്ട് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 കപ്പോളം നല്ല പൊടിച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് നുറുക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് രണ്ടും കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വരും വേണം, അതുപോലെ തന്നെ നേന്ത്രപ്പഴം നന്നായിട്ട് വെന്ത് വരും വേണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ തീ കൂട്ടി വയ്ക്കാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ നേന്ത്രപ്പഴവും ശർക്കരയൊക്കെ നന്നായിട്ട് മെൽട്ടാവും, നേന്ത്രപ്പഴം വെന്ത് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ഏലക്കായും ചുക്കും പൊടിച്ചത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഏലക്കായുടെയും ചുക്കിൻ്റെയൊക്കെ നല്ലൊരു മണം ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 3/4 കപ്പോളം തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പപ്പടം കൂടി കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ.